ലച്ചു എണീറ്റ് സമയം ഒരുപാടായി. താഴെ നിന്നും അമ്മയുടെ വിളി കേട്ടതും അവൾ ഒന്നുകൂടി പുതപ്പിന്റെ ഉള്ളിലോട്ട് ചുരുണ്ടു. ദേ പെണ്ണെ, കുറേയായി വിളിക്കുന്നു. ഇനി നീ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കും. അമ്മയുടെ സ്വരത്തിന് കട്ടി കൂടിയതും അവൾ മടിയോടെ എണീറ്റു. ഇനിയും എണീറ്റില്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ ചെയ്തു കളയും. ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ അമ്മ എവിടെയോ പോവാനായി റെഡിയാവുന്നുണ്ട്. അമ്മയുടെയൊക്കെ രാവിലെ തന്നെ? ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി വരാം. നിന്നെ കൂടെ കൊണ്ടുപോകാൻ കരുതിയോ? അതെങ്ങനെ, നേരത്തെ എണീറ്റെങ്കിലല്ലേ? അവർ അവളെ നോക്കി കണ്ണുരുട്ടി. ആകെ വല്ലപ്പോഴും ഇവിടെ വരുമ്പോഴല്ലേ അമ്മേ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത വരവിന് പോവാം, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ് അവരുടെ സാരിയുടെ പ്ലേറ്റ് നേരെ പിടിച്ചു കൊടുത്തു. അമ്മായിയും വരുന്നുണ്ടോ? ആ ഉണ്ട്. പിന്നെ ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ പോയി കഴിച്ചോ. ദേവു നിനക്ക് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. കണ്ടോ, അങ്ങനെയാവും സ്നേഹമുള്ളവർ. ഇത് മനുഷ്യൻ വല്ലപ്പോഴുമാണ് ഹോസ്റ്റലിൽ നിന്ന് വരുന്നത്. എന്നിട്ട് ഹോസ്റ്റൽ വാർഡനേക്കാളും സ്ട്രിക്റ്റാ അമ്മ, അവൾ പറഞ്ഞുകൊണ്ട് അവരെ ഇടം കണ്ണിട്ട് നോക്കി. അതെ, എനിക്ക് നിന്നോട് തീരെ സ്നേഹമില്ല. അതുകൊണ്ട് മോള് അടുത്ത ആഴ്ച മുതൽ കഷ്ടപ്പെട്ട് ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നു, അവർ അവളോട് ചൊടിയോടെ പറഞ്ഞു. അങ്ങനെ പറയരുത്. ഞാനൊരു ആവേശത്തിലങ്ങ് പറഞ്ഞു പോയതല്ലേ എൻ്റെ സംഗീതമേ. അതും പറഞ്ഞവൾ അവർക്ക് പിറകെ പുറത്തേക്കിറങ്ങി. ഇനി വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് പോകരുത്. പൂട്ടിയിട്ട് ചാവി ദേ ആ ചെടിച്ചട്ടിയിൽ ഇട്ടോണം. അതും പറഞ്ഞവർ റോഡിന്റെ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിലേക്ക് നടന്നു. ഇതാണ് ദക്ഷിത ബാലചന്ദ്രൻ. ലച്ചു എന്ന് വിളിക്കും. പാലക്കൽ വീട്ടിലെ ബാലചന്ദ്രന്റെയും കവിതയുടെയും 2 മക്കളിൽ ഇളയവൾ. വലുത് ദക്ഷൻ. അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് കയറി. ബാംഗ്ലൂരിലാണ്. ലച്ചു ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. കോട്ടയത്താണ് പഠിക്കുന്നത്. ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ബാലചന്ദ്രന്റെ സഹോദരിയാണ് ദേവിക. ഭർത്താവ് വിശ്വനാഥൻ. അവർക്ക് ഒരേയൊരു മകൻ കൗശിക്. കണ്ണൻ എന്ന് വിളിക്കും. ലച്ചുവിന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ് ദേവികയുടെ വീട്. അവരുടെ അമ്മ മരിക്കുന്നതിന് മുൻപ് തന്നെ 2 മക്കളും എപ്പോഴും ഒന്നിച്ചുണ്ടാവണം എന്ന് പറഞ്ഞാണ് 2 വീടുകളും തൊട്ടടുത്ത് വെച്ചത്. നൈറ്റിട്ട ഡ്രസ്സ് മാറി ഒരു ടീഷർട്ടും പലാസ പാൻറ്റും എടുത്തിട്ട് വാതിൽ ലോക്ക് ചെയ്ത് കീപോട്ടിലേക്ക് ഇട്ടു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേ കണ്ടു കണ്ണന്റെ ബുള്ളറ്റ് പോർച്ചിൽ ഇരിക്കുന്നത്. അത് കണ്ടതും അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. ചാരി വെച്ചിരിക്കുന്ന വാതിൽ പതിയെ തുറന്നവൾ അകത്തേക്ക് കയറി നേരെ അവന്റെ റൂമിലേക്ക് നടന്നു. ഡോർ പതിയെ തുറന്ന് കള്ളച്ചിരിയോടെ അകത്തേക്ക് നോക്കി. എന്നാൽ അവിടെ ആരെയും കാണാനിട്ട് മുഖം ചുളിച്ച് തിരിഞ്ഞതും ഡോറിന്റെ പുറകിൽ നിന്നും ഒരു കൈ അവളെ വലിച്ച് അകത്തേക്ക് തിരിഞ്ഞു. അത് ആരാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തെ ചിരിയുടെ ഭംഗി കൂടി. കണ്ണിട്ടെന്താ ഇന്ന് നേരത്തെ എണീറ്റ്? അവൾ അവനെ നോക്കി വിടർന്ന മിഴികളോടെ ചോദിച്ചു. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തല്ലേ. അമ്മ പറഞ്ഞിരുന്നു നീ വരുമെന്ന്. ഇനി നമുക്കൊരുമിച്ച് കുറച്ചുകൂടെ കിടക്കാം. അതും പറഞ്ഞവൻ അവളെ വലിച്ച് അവനിലേക്ക് ചേർത്തു. അവൾ അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം ചേർത്തതും അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു ബെഡിലേക്ക് കിടത്തി. അവളുടെ തൊട്ടടുത്ത് കിടന്ന അവളെ ഗാഢമായി പുണർന്നു. അവളുടെ ഇളം റോസ് നിറത്തിലുള്ള അതരത്തിൽ അവന്റെ അതരം അമർന്നു. കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി. കണ്ണേട്ടാ, അവൾ രേങ്ങലോടെ വിളിച്ചു. അവൻ ആവേശത്തോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിയതും പുറത്താഴെ ബെല്ലടിക്കുന്നത് കേട്ടു. അവളൊരു പിടച്ചിലോടെ അവനെ തള്ളിമാറ്റി ചാടി എഴുന്നേറ്റു. അവര് വന്നെന്ന് തോന്നുന്നു, അവളൊരു കിതപ്പോടെ പറഞ്ഞു. അവന്റെ മുഖത്ത് അനിഷ്ടം നിറഞ്ഞു. ചുവന്നു തുടുത്തു നിൽക്കുന്നവളെ അവൻ അത്രയും കൊതിയോടെ നോക്കി. വീണ്ടും ബെല്ലടിഞ്ഞതും ഡ്രസ്സും മുടിയും ഒന്ന് ശരിയാക്കി അവൾ വേഗത്തിൽ വാതിൽ തുറന്ന് താഴേക്കോടി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഞാനിപ്പോൾ വന്നേയുള്ളൂ. അമ്മ വീട്ടിലേക്ക് പോയോ? അതും ചോദിച്ചവൾ അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി നോക്കി. ആ, എന്നിട്ട് നീ വല്ലതും കഴിച്ചിരുന്നോ? ഇല്ല അമ്മായി, ഇപ്പോൾ വന്നേയുള്ളൂ. ഇനി നമുക്ക് 2 പേർക്കും ഒന്നിച്ച് കഴിക്കാം. ഇത്ര നേരമായിട്ട് നീ ഇപ്പോഴാണ് എണീക്കുന്നത്? ഈ ശീലമൊക്കെ മാറ്റിക്കോ ലച്ചു. മറ്റൊരു വീട്ടിൽ ജീവിക്കേണ്ട പെണ്ണാ നീ. അവരവളെ കളിയോടെ കൂർപ്പിച്ചു നോക്കി.
അത് കേട്ടതും അവളുടെ മുഖം ഒന്ന് മങ്ങി. അവളുടെ കണ്ണുകൾ കണ്ണന്റെ റൂമിന് നേർക്കൊന്ന് നീണ്ടു. അല്ലെങ്കിലും ചിക്കൻ വെക്കാൻ എൻ്റെ ദേവൂട്ടിയെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. ഇനി അടുത്ത തവണ വരുമ്പോഴും ഇതുപോലെ തന്നെ വെക്കണേ. അതും പറഞ്ഞവൾ അവരുടെ കവിളൊന്ന് പിടിച്ചു വലിച്ചു വിട്ടു. ആ, ഈ പെണ്ണെന്റെ മുഖം പറിച്ചെടുത്തല്ലോ. അതും പറഞ്ഞവർ അവൾക്ക് നേരെ കൈയോങ്ങിയതും അവൾ പുറത്തേക്കോടി. ഞാൻ പോണു, എനിക്ക് കുറച്ച് പാക്കിംഗ് ഉണ്ട്, വൈകുന്നേരം വരാം. പോകുമ്പോ ആ വാതിലൊന്ന് ചാരിയിട്, വല്ല പൂച്ചയും കയറും. ആ, നീ അവനൊന്ന് വിളിച്ചിട്ട് പോ, ഇനി ഞാനതിന് മുകളിൽ കയറണ്ടല്ലോ. വിളിക്കാതെ അവൻ എണീക്കത്തും ഇല്ല. അത് കേട്ടതും അവളുടെ മുഖമൊന്ന് വിടർന്നു. അവൾ നേരെ മേലേക്കോടി കയറി. നേരത്തെ ചാരിവെച്ച വാതിൽ പതിയെ തുറന്നു. അകത്ത് ഫോണിൽ നോക്കിയിരിപ്പുണ്ട്. അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അമ്മായി വിളിക്കുന്നുണ്ട്, കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവളെ കണ്ടതും അവൻ ഫോൺ അവിടെ വെച്ച് എണീറ്റു. അമ്മയുടെ അടുക്കളയിലുണ്ട്, ഇവിടേക്ക് കയറാൻ വയ്യെന്ന്. അതും പറഞ്ഞവൾ അവന്റെ കുസൃതി ഒളിപ്പിച്ച കണ്ണുകളിലേക്ക് നോക്കി. അവൻ താടിയൊന്ന് ചൊറിഞ്ഞു. വഷളൻ ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു. നേരത്തെ എന്നെ കൊതിപ്പിച്ചോടിയതല്ലേ നീ? എത്ര നാളായി ഇങ്ങനെ? വിഷമായ സ്വരത്തോടെ പറഞ്ഞവൾ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മാറിടുക്കിലേക്ക് മുഖം അമർത്തി. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. വിട് കണ്ണേട്ടാ, താഴേക്ക് ചെന്നില്ലെങ്കിൽ അമ്മായി വരും. അതിന് എൻ്റെ പെണ്ണല്ലേ നീ? അവൻ അവളെ നോക്കി കണ്ണു ചുരുക്കി. പെണ്ണായില്ലല്ലോ, ആവുമ്പോ നമുക്ക് ബാക്കിയെല്ലാം ആവാട്ടോ. അവൾ കുറുമ്പോടെ പറഞ്ഞു. ആവുമല്ലോ, പിന്നെ എന്താ? വെറുതെ എന്തിനാടി കൊതി അടക്കി വെക്കുന്നത്? അതും പറഞ്ഞവൻ കുറച്ചകന്നു മാറി അവളെ അവനിലേക്ക് തന്നെ വലിച്ചടുപ്പിച്ച് മുറുകെ പുണർന്നു. കവിളിൽ അമർത്തി ചുംബിച്ചു. അവനെ നീക്കുന്നില്ലേൽ വിളിക്കണ്ട മോളെ, നീ ഇങ്ങ് പോന്നേക്ക്. അവൻ വിശക്കുന്നല്ലേ, എണീച്ച് കഴിച്ചോളും. താഴെ നിന്നും ദേവി വിളിച്ചു പറഞ്ഞതും ഇപ്പോഴെങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി.